അപ്പു വീണ അപ്പു വീണ പപ്പു അമ്മിണി. 1 2 3 സ്റ്റാർട്ട്. അപ്പു നമ്മൾ പറയുമ്പോൾ നിഖിൽ നിർമ്മൽ, ഞങ്ങള് അപ്പു എന്നാ വിളിക്കുക. നിഖിൽ നിർമ്മലാണ്. ഒരുമിച്ച് ഒരേപോലെ ട്വിൻസ് നമ്മൾ പറയുമ്പോൾ ശരിക്കും ഒരു ഐഡിയൽ ട്വിൻസ് എന്ന് പറയുന്നത് അവരാണ്. എന്തും ഒപ്പാണ്. എനിക്ക് തോന്നുന്നു അവർ വേറെ ചെയ്തത് +2. അതെ അതെ, അതുവരെ they were all together. അത് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണം ഒന്നിച്ച് വേണമെന്നിൽ. somehow it all worked out. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. വേറൊരു കാര്യമുണ്ട്, അവര് എല്ലാത്തിലും അവര് ബെസ്റ്റാ. പഠിപ്പ് അക്കാഡമിക്സ്, മറ്റേ ഫോക്ക്, അതെ കൾച്ചറൽ, അതെ എന്തിനായാലും വിളിക്കണം. स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र पावन स्तुति पात्र पावन चरित्र रवि वैभोगमे राम कल्याण वैभोगमे. ആദ്യമായിട്ട് ട്വിൻസിനെ കാണുന്നത് അപ്പു പപ്പൂനെയാണ്. അവര് ആതിരച്ചേച്ചി വിളിക്കുമ്പോ ഒരു അനിയന്മാരില്ലാത്തതിന്റെ സങ്കടം സത്യം പറഞ്ഞാൽ അവര് വിളിക്കുമ്പോ ഇല്ല. അപ്പു പപ്പു എന്നുള്ളത് നമുക്ക് നിഖിൽ കൃഷ്ണൻ, നിർമ്മൽ കൃഷ്ണൻ എന്ന പേര് വരും. താലി കെട്ടുമ്പോ എനിക്കിങ്ങനെ തോന്നി അവർക്ക് എല്ലാരും അതെ, 2 ആൾക്കാർ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വരികയാണ്. ഞങ്ങളുടെ വൈബിന് പറ്റിയ 2 ആൾക്കാർ. ഓൾറെഡി അവർ ഫാമിലി ആയി കഴിഞ്ഞു, ഇപ്പൊ ഒഫീഷ്യലി ആയി. ഭയങ്കര കെയറിങ് ആണ്, അത് പറയണം. ഹോസ്റ്റലിലൊക്കെ ഒരു രണ്ടാം അമ്മ എന്നുള്ളൊരു സെറ്റപ്പില്ലേ? അതെ, എന്തേലും അബദ്ധത്തിലൊക്കെ പോവുകയാണെങ്കിൽ, എന്തേലും വള്ളി ചെന്ന് പിടിക്കുകയാണെങ്കിൽ അതിലോട്ടൊന്നും പോവരുത് എന്ന് പറയും. ആരെങ്കിലും വയ്യാണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവളെന്നെ കെയർ ചെയ്തോളൂ, വേറെ വീട്ടിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവള് നല്ല റെസ്പോൺസിബിൾ ആണ് കുട്ടി. വളരെ അവളുടെ അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൾ എല്ലാ ചിഹ്നം കൊടുത്ത് അവളാണ് അവിടുത്തെ ഫുൾ വീട്ടിലത്തെ. ഞാൻ ചേച്ചീനെ എപ്പോഴും ഒരാളെ അങ്ങനത്തെ ഒരാളായിട്ട് കണ്ടിട്ടുള്ളൂ. ഐ നെവർ
ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഒപ്പം. ഞാൻ കുഞ്ഞേ ഭാവേ. So I'm very happy for her, very happy for you, Veena, that you found somebody like Nikhil. वैभोगमे